എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള മക്കളുള്ള അച്ഛനമ്മമാരോട് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അങ്ങനെ ആകുമ്പോൾ പ്രായപൂർത്തിയാകാതെ മക്കളുള്ള ആളുകളുണ്ടാവും, വിവാഹം കഴിക്കാത്ത ആളുകളുണ്ടാവും. അവർക്കൊന്നും ഈ വീഡിയോ ഉപകാരപ്പെടില്ല എന്ന് കരുതേണ്ട. നാളെ നമ്മുടെ മക്കളും പ്രായപൂർത്തിയാകാൻ പോകുന്നവരാണ്. നാളെ നമ്മൾ വിവാഹം കഴിക്കുന്ന ആളുകളാണ്, നമുക്കും മക്കളുണ്ടാവും, അവരും പ്രായപൂർത്തിയാകും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. ഒരു കാര്യം മാത്രമേ ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ എങ്കിലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ വിഷയം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. ഒരുപാട് വളച്ച് നീട്ടി പറയുന്നില്ല. നമ്മുടെയൊക്കെ സമൂഹത്തിൽ കാണുന്ന പല അച്ഛനമ്മമാരും കാണിക്കുന്ന ഒരു തെറ്റുണ്ട്. എല്ലാ അച്ഛനമ്മമാരും എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല, എന്നാലും കുറച്ച് ആളുകളെങ്കിലും ഈ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ മക്കളുള്ള അച്ഛനമ്മമാർ അവരാണ് നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്, അല്ലേ? അവർ കാണിക്കുന്ന ഒരു തെറ്റുണ്ട്, മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു സ്വഭാവം. ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാ അച്ഛനമ്മമാരും ഈ ഒരു സ്വഭാവമായിട്ട് മുന്നോട്ട് പോകുന്നവരല്ല. എല്ലാ മക്കളെയും ഒരേപോലെ നോക്കിക്കാണുന്ന, ഒരേപോലെ സ്നേഹിക്കുന്ന, തുല്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ചെറിയൊരു വിഭാഗം ആളുകൾ അങ്ങനെ അല്ല എന്നും നമ്മൾ പറയേണ്ടി വരും. എൻ്റെ സൗഹൃദങ്ങൾക്കിടയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ചില അനുഭവങ്ങളും ചില കാര്യങ്ങളുമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ പാഠം കൂടിയാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അനുഭവങ്ങളിൽ നിന്നാണല്ലോ ഒരാൾക്ക് ഏറ്റവും മനോഹരമായിട്ട് പറയുവാനും സംസാരിക്കുവാനും സാധിക്കുക. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ഒക്കെ അനുഭവിക്കാൻ സാഹചര്യമുണ്ടായ ഒരാളാണ് ഞാൻ. അല്ലാതെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിച്ച് വളർന്ന ഒരാളൊന്നുമല്ല. ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന എൻ്റെ എല്ലാ വീഡിയോയിലും എൻ്റെ അനുഭവങ്ങളുടെ ഒരംശം ചേർത്ത് വയ്ക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് കുറേ കൂടി സംസാരിക്കാൻ കംഫർട്ടബിൾ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ളത്, അതായത് എല്ലാ അച്ഛനമ്മമാരോടും പറയാനുള്ളത്, മക്കളെ വേർതിരിച്ച് കാണാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം പലപ്പോഴും പല വീടുകളിലെയും അവസ്ഥ അങ്ങനെയല്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് ഓരോ മക്കളോടുമുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കുറവുകളും വ്യത്യസ്തമായ രീതിയിൽ കാണുന്ന ഒരുപാട് അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആരാണോ കൂടുതൽ സഹായിക്കുന്നത്, ആരാണോ കൂടുതൽ ഉപകാരപ്പെടുന്നത് എന്ന് നോക്കി അങ്ങോട്ടേക്ക് ഒരു ചായ്വ് മനസ്സിന് കൊടുക്കുന്ന ഒരുപാട് അച്ഛനമ്മമാർ, ആരാണോ 100 രൂപ അധികം കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്ന അച്ഛനമ്മമാർ. അതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യം. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്ര മക്കളുണ്ടെങ്കിലും എല്ലാ മക്കളും ഒരേ മാനസികമായ കാഴ്ചപ്പാടുള്ളവരല്ല. അതോടൊപ്പം തന്നെ ഒരേപോലെ സാമ്പത്തിക ചുറ്റുപാടുള്ളവരല്ല, ഒരേ ജോലിയുള്ളവരല്ല, ഒരേ ജീവിത നിലവാരമുള്ളവരല്ല. പക്ഷേ ഇവരെ എല്ലാവരെയും ഒരേ കണ്ണോടുകൂടി നോക്കിക്കാണാനും ഒരേപോലെ ചിന്തിക്കുവാനും ഒരച്ഛനും അമ്മയ്ക്കും സാധിക്കുന്നിടത്താണ് ഒരു കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരു കുടുംബം അത് നാശത്തിലേക്കുള്ള ഒരു വഴിയായിട്ട് മാറുകയാണ് ചെയ്യുക. ആ കുടുംബം ഓട്ടോമാറ്റിക്കലായിട്ട് അതിൻ്റെ കെട്ടുറപ്പ് അതല്ലെങ്കിൽ ആ ഒത്തൊരുമ നശിക്കും എന്നുള്ളത് അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഏതെങ്കിലും മക്കളോട് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന എന്താണ്, മറ്റുള്ള മക്കൾക്ക് ഒരു അസ്വസ്ഥത സ്വാഭാവികമായിട്ടുണ്ടാവും, അല്ലേ? അത് മാത്രവുമല്ല, ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ്. ഈ സമയത്ത് ആരാണോ നിലവിൽ ബെറ്ററായി നിൽക്കുന്നത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു സ്വഭാവമാണ് പലപ്പോഴും അച്ഛനമ്മമാർക്കുള്ളത്. അത് കഴിഞ്ഞ് മറ്റാരെങ്കിലും ബെറ്റർ ആകുമ്പോൾ അങ്ങോട്ടേക്ക് ചായും. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ചില എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടില്ലേ? ചെറിയ കുഞ്ഞു ക്ലാസ്സിൽ ഒരു ചെടിച്ചട്ടിയിൽ ചെടി നടും, ഒരു കാർഡ്ബോർഡിനൊരു ഹോളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളതിങ്ങനെ മറച്ചു പിടിക്കും. കുറച്ച് കഴിഞ്ഞാൽ ഈ വെളിച്ചം തട്ടുന്ന ഭാഗത്തേക്ക് ചെടി വളരാൻ തുടങ്ങും, അല്ലേ? എന്നാൽ ആ ഹോള് നമ്മൾ തിരിച്ച് മറ്റൊരു ഭാഗത്തേക്ക് വെച്ച് കഴിഞ്ഞാലോ ചെടി തിരിച്ച് ഇങ്ങോട്ടേക്കും വളരും. അങ്ങനെ എവിടെയാണോ വെളിച്ചം കിട്ടുന്നത് അങ്ങോട്ടേക്ക് ചായുന്ന ഒരു മാനസികാവസ്ഥ തീർച്ചയായിട്ടും ഏതെങ്കിലും അച്ഛനമ്മമാർക്കുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ ഒരേ രീതിയിൽ ഒരേ തൂക്കത്തിൽ ഒരേ മാനസികാവസ്ഥയോടുകൂടി അവരെ സമീപിക്കുവാനും സ്നേഹിക്കുവാനും ചേർത്ത് പിടിക്കുവാനും നമുക്ക് സാധിക്കണം. അവരുടെ ചുറ്റുപാടുകൾ നോക്കിയിട്ട്
അവരെ രണ്ട് തരത്തിൽ കാണുന്നത് തീർച്ചയായിട്ടും ഒരു കുടുംബം നശിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ചില രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ കണ്ടിട്ടില്ലേ? ഇന്നൊരു പാർട്ടിയിലായിരിക്കും, നാളെ മറ്റൊരു പാർട്ടിയിൽ. എവിടെയാണോ കാര്യം കിട്ടുന്നത് അവിടേക്ക് ചായുന്നത് നല്ല സ്വഭാവമല്ല. മാത്രവുമല്ല, ഇതിങ്ങനെ മാറി മറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടക്കൂടുതലും കുറവും കാണിച്ച് നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ പ്രായമാകുന്ന ഒരു കാലമുണ്ടാകും, അല്ലേ? വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന കാലം. ആ സമയത്ത് ഒരു മക്കൾക്കും അച്ഛനമ്മമാരോട് ആത്മാർത്ഥതയില്ലാത്ത ഒരവസ്ഥ രൂപപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. കാരണം എല്ലാ മക്കളോടും വ്യത്യസ്തമായിട്ടുള്ള ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും കാണിക്കുമ്പോൾ കുറെ കഴിഞ്ഞാൽ തിരിച്ച് നമ്മളോടും ആർക്കും പ്രത്യേകിച്ച് വലിയ ആത്മാർത്ഥത ഉണ്ടാവില്ല. ഓരോ അച്ഛനമ്മമാരും ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മക്കളെ തുല്യരായിട്ട് കാണുക എന്നുള്ളതാണ്. അവരെ ഒന്നിച്ചു നിർത്തുവാൻ നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാടുകളൊക്കെ ആയിരിക്കാം മക്കൾക്കുണ്ടാവുക. പക്ഷേ 3 മക്കളോ 4 മക്കളോ എത്ര മക്കളായി കഴിഞ്ഞാലും അവരെയെല്ലാം ഒപ്പം ചേർത്ത് പിടിക്കാനുള്ള അല്ലെങ്കിൽ ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കാനാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഐക്യമുണ്ടാകും, ഉയർച്ചകളുണ്ടാകും, കെട്ടുറപ്പുണ്ടാകും, സ്നേഹമുണ്ടാകും, നല്ല ആത്മബന്ധങ്ങളും അവിടെ ഉണ്ടാകും. പലപ്പോഴും നമുക്കിതില്ലാതെ പോകുന്നത് അച്ഛനമ്മമാർക്ക് ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനം വളരെ വലുതാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ നോക്കിക്കാണുവാൻ നമ്മളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അതാണ് നമ്മളൊരു കുടുംബത്തിന് നൽകേണ്ട ഏറ്റവും വലിയ സന്ദേശവും. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠവും എൻ്റെ അച്ഛനമ്മമാരിൽ നിന്ന് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ്. കുഞ്ഞുനാൾ മുതലേ എന്തൊരു കാര്യവും 3 പേർക്കും തുല്യമായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞാനൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇപ്പോഴും അതിന് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞങ്ങൾ 3 പേരാണുള്ളത്. ഈ 3 പേരും 3 വീടുകളിലാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു വാഴപ്പഴം പഴുത്ത് കിടക്കുന്നുണ്ടെങ്കിൽ പോലും അത് 3ആയിട്ട് ഷെയർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരച്ഛനും അമ്മയുമാണ്. അത് ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു പക്ഷേ കുഞ്ഞുനാൾ മുതലേ തുല്യതയോടുകൂടി വേർതിരിവില്ലാതെ വളർത്തിയത് കൊണ്ടാവാം ജീവിതത്തിൽ ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ച് വലിയ ഒത്തൊരുമയോടുകൂടി ജീവിക്കാൻ പറ്റുന്നത്. ഒരുപാട് പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ഒക്കെയാണ് ജീവിച്ച് വളർന്നതെങ്കിലും ഞങ്ങൾ 3 പേരെയും ഒരേ മാനസികാവസ്ഥയോടുകൂടി വളർത്തിയെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ ഞങ്ങൾ 3 പേരും ഒന്നിച്ചുള്ള ഓരോ നിമിഷങ്ങളിലും അമ്മ ഞങ്ങളോട് പറയാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ 3 പേരും 3 ജോലിയിലുള്ള, 3 മേഖലയിലുള്ള, 3 സ്വഭാവത്തിലുള്ള, 3 സാമ്പത്തിക ചുറ്റുപാടുകളിലുള്ള ആളുകളായിരിക്കാം. പക്ഷേ ഒത്തൊരുമയോടുകൂടി നിങ്ങൾ കണ്ടറിഞ്ഞ് പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോകണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഒരുപക്ഷെ കുടുംബത്തിലൊക്കെ അങ്ങനെയുള്ള മോശമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ അമ്മ കണ്ടു വളർന്നത് കൊണ്ടാവാം ഞങ്ങളെ ആ രീതിയിൽ പഠിപ്പിക്കാനും ആ രീതിയിലുള്ള നല്ല മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ശ്രമിക്കുകയുമൊക്കെ ചെയ്തതെന്ന് ഇപ്പോൾ തോന്നുന്നു. ഏതു തന്നെ ആയിക്കഴിഞ്ഞാലും എൻ്റെ കുടുംബകഥ പറയാനല്ല വന്നതെങ്കിലും ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളിൽ നിന്നുള്ള നിങ്ങളുടെ മുന്നിലെ ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ്. ജീവിതത്തിൽ നമ്മളെപ്പോഴും ഏതൊരു അച്ഛനമ്മമാരും ചെയ്യേണ്ടത് എല്ലാ മക്കളെയും ഒരേപോലെ നോക്കിക്കാണാൻ പഠിപ്പിക്കുക എന്ന് തന്നെയാണ്. കാരണം ഈ ഒരൊറ്റ ജീവിതത്തിൽ സ്നേഹവും ബന്ധവുമൊക്കെ വലിയ മൂല്യമുള്ള ഒരു കാര്യമാണ്. അതിനെ അതേ പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെപ്പോഴും ശ്രമിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ അച്ഛനമ്മമാരും മക്കളെ ഒരേ കണ്ണിലൂടെ നോക്കിക്കാണുക. എല്ലാവർക്കും ഒരേ സാമ്പത്തിക പൈസയും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കാം ഓരോരുത്തരുടെയും കുടുംബ ചുറ്റുപാടുകളൊക്കെ. പക്ഷേ എല്ലാവരെയും ഒപ്പം നിർത്തി ഒരേ രീതിയിൽ പരസ്പരം സഹായിക്കുവാനും സ്നേഹിക്കുവാനും ഒക്കെ അവരെ പഠിപ്പിക്കുക. സാഹചര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും മക്കളുടെ ഭാഗത്തേക്ക് നമ്മൾ ചാഞ്ഞു പോവാതിരിക്കുക. ഏത് പ്രശ്നങ്ങൾക്കിടയിലല്ലേ മക്കൾക്ക് ഒരു താങ്ങും തണലുമാവേണ്ടത് അച്ഛനമ്മമാരൊക്കെ. അപ്പോഴല്ലേ അവർക്ക് വീണ്ടും വളരാനുള്ളൊരു ഊർജ്ജം കിട്ടുന്നത്. അല്ലാതെ ആർക്കാണോ കൂടുതലുള്ളത് ആ ഭാഗത്തേക്ക് നമ്മൾ പോവുകയും ബാക്കിയുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുകയും പിന്നീട് ആരാണോ താഴ്ന്നിരുന്നത് അവർ ഉയർന്നു വരുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു മാനസിക കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള അച്ഛനമ്മമാരായി മാറാൻ ആരും ശ്രമിക്കരുത് എന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇനിയും ഒരുപാട് അച്ഛനമ്മമാർ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരേണ്ടതുണ്ട്. അവർക്കൊക്കെയുള്ള ഒരു വലിയൊരു മെസ്സേജായിട്ട് ഇത് നിങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. ചെറിയ ഒരു വിഷയം മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. മക്കളെ വേർതിരിച്ച് കാണുന്ന ഒരച്ഛനും അമ്മയും ആവരുത് നമ്മളാരുമെന്ന്. അത് ഒരു കുടുംബത്തിൽ വലിയ ഉയർച്ചകളും വളർച്ചകളുമൊക്കെ ഉണ്ടാക്കുമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നല്ല പ്രാധാന്യമുള്ള മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.